എന്തായാലും ഒരു കാര്യം വ്യക്തമായി. ലെഫ്റ്റ് റൈറ്റ് വോയിസ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അടുത്ത വർഷം 2026 കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂരാണ്. വി ഡി സതീശനൊക്കെ ഔട്ടായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു. വി ഡി സതീശനോ കെ സുധാകരനോ രംഗത്തില്ല. പിന്നെ ആകെ ഇനിയുള്ളത് രംഗത്ത് വരാവുന്ന ഒരേ ഒരു പേര് രമേശ് ചെന്നിത്തല മാത്രമാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയും ഔട്ടാവും. കാരണം ശശി തരൂരിന് പൂർണ്ണ പിന്തുണ AK ആന്റണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് AK ആന്റണി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ആരോഗ്യ പ്രശ്നം കാരണം സജീവമല്ലെങ്കിലും കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ ഹൈക്കമാൻഡിൽ വളരെയധികം സ്വാധീനം AK ആന്റണിക്കുണ്ട്. മൗനി ബാബയാണ് AK ആന്റണി, നമുക്കറിയാം. പക്ഷേ ഈ മൗനി ബാബ കൃത്യമായിട്ട് കളിക്കാൻ മൗനി ബാബയ്ക്ക് അറിയാം, AK ആന്റണിക്ക് അറിയാം. ലീഡർ കെ കരുണാകരനോട് മത്സരിച്ച് പൊരുതി കരുണാകരനെ മൂലക്കിരുത്തിയ നേതാവാണ് AK ആന്റണി. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അതേപോലെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരെയും അങ്ങോട്ട് വിളിപ്പിച്ചത് ഡൽഹിയിലേക്ക്? തരൂർ വിഷയം തന്നെയാണ്. അപ്പോൾ തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്ന രഹസ്യ മീറ്റിങ്ങിലെ ഉറപ്പ് എന്താണ്? ഉറപ്പിന് ശേഷം തരൂർ നിലപാട് മയപ്പെടുത്തി. ആ ഉറപ്പാണ് ഞങ്ങൾ പറയുന്നത്. AK ആന്റണിയുടെ പിന്തുണയോടെ, കോൺഗ്രസിൽ ഇപ്പോഴും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, പിന്തുണയോടെ 2026 UDFിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ശശി തരൂർ രംഗത്ത് വരും. ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിനുള്ള കളങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ശശി തരൂരിന് കൊടുത്ത ഉറപ്പാണിത്. KC വേണുഗോപാൽ അത് അംഗീകരിക്കേണ്ടി വന്നു. KCയെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ രണ്ടും സംസാരിച്ചാൽ മതി എന്ന് തരൂർ പറയുകയും തരൂരിൻ്റെ സ്വാധീനം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇവിടെ ഗോളടിച്ചത് ശശി തരൂർ തന്നെയാണ്. ആ തരൂർ ഒറ്റയ്ക്കല്ല. ഇവിടുത്തെ ചില കോൺഗ്രസ്സുകാർ വിചാരിച്ചത്, നേതാക്കളും പിന്നെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് പോയ പലരും വിചാരിച്ചത് തരൂരിനെ ഒതുക്കാം എന്നൊക്കെയാണ്. തരൂർ ഒറ്റയ്ക്കല്ല, തരൂരിന് പിന്നിൽ ആൾക്കാരുണ്ട്, നേതാക്കളുണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. പോട്ടെ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിലെ ക്രൗഡ് പുള്ളർ അത് ശശി തരൂരാണ്. എന്താ ക്രൗഡ് പുള്ളർ? ജനങ്ങളെ കയ്യിലെടുക്കാൻ, ആകർഷിക്കാനുള്ള വ്യക്തിത്വം. അത് ഏത് പാർട്ടിയിലും അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് തന്നെ എടുക്കാം, കെ കരുണാകരൻ. AK ആന്റണി ഒരു ക്രൗഡ് പുള്ളർ ആയിട്ട് ഞങ്ങൾ പറയുന്നില്ല. അദ്ദേഹം കളിച്ചതെല്ലാം വേറൊരു രാഷ്ട്രീയമാണ്. മുന്നിൽ നിർത്തിയത് മറ്റുള്ളവരെയാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ളവരെ നിർത്തിയിട്ട് രാഷ്ട്രീയം കളിച്ചു. അപ്പോൾ AK ആന്റണി ഒരു ക്രൗഡ് പുള്ളറൊന്നും ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ലീഡർ കെ കരുണാകരൻ ഒരു ക്രൗഡ് പുള്ളറായിരുന്നു കോൺഗ്രസ്സിലെ. ഉമ്മൻചാണ്ടി ഒരു ക്രൗഡ് പുള്ളറായിരുന്നു കോൺഗ്രസ്സിലെ. പിന്നിപ്പോൾ കോൺഗ്രസ്സിൽ വരാവുന്നൊരു ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതിനി രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒന്നുമല്ല. അവർ ഔട്ടായി കഴിഞ്ഞു. അതിന് സാധ്യതയുള്ള ഒരേ ഒരാൾ ശശി തരൂർ മാത്രമാണ്. അതിൻ്റെ കാര്യം നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. നാട്ടിലെ ചെറുപ്പക്കാർ, യുവാക്കൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വ അയാൾക്കുണ്ട്, ശശി തരൂരുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെ മുൻനിർത്തി കളിച്ചാൽ മാത്രമേ UDFിന് തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റൂ എന്നുള്ളത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, അതാണിപ്പോൾ ഹൈക്കമാൻഡ്, അറിയാമല്ലോ. രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെടുത്തിയത് AK ആന്റണിയാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ഇതിൻ്റെ പിന്നിലെ കളികളെല്ലാം ഇപ്പോൾ ഇനി ഓരോന്ന് പുറത്തു വരും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. AK ആന്റണി തരൂര് 4 തവണ MP ആയി. 16ാം വർഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം MP ആയിട്ട് ജയിച്ചു വരുന്നത്. 16 വർഷമാവുന്നു, 4ാം തവണ. ശശി തരൂരിന് വേണ്ടി തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ പോയി റോഡ് ഷോ നടത്തി വോട്ട് ചോദിച്ചത് ആരായിരുന്നു? ഓർമ്മിക്കണം, അത് AK ആന്റണി ആയിരുന്നു. തീരദേശ മേഖലയിലെ കോവളം, പൂവാർ ഉൾപ്പെടെ വിഴിഞ്ഞം ഒക്കെ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ തീരദേശ വോട്ടുകൾ കോൺഗ്രസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ തരൂരിന് വേണ്ടി
അവിടെ പോയി റോഡ് ഷോ നടത്തിയ ആളാണ് AK ആന്റണി. അതേ പിന്തുണ ഇപ്പോഴും AK ആന്റണി ശശി തരൂരിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ വരുന്ന സംഭവവികാസങ്ങൾ. അതുകൊണ്ട് LDFനുള്ള മുന്നറിയിപ്പ് കൂടി ഇതിനകത്തുണ്ട്. LDFനുള്ള മുന്നറിയിപ്പ് തരൂരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കോൺഗ്രസ് ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. തരൂരിനെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇത്രയും നാൾ ഒതുക്കി മാറ്റി നിർത്താൻ നോക്കി 2 കൊല്ലമായിട്ട്. അത് നടക്കൂല. അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ തരൂര് മുന്നിൽ നിൽക്കണം എന്നിപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. ഹൈക്കമാൻഡിന് രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് LDFന് ഒരു വെല്ലുവിളി ഇതാണ്. തരൂരായിരിക്കും CM കാൻഡിഡേറ്റ് ഫോർ UDF കോൺഗ്രസ്. LDFന് തരൂര് നിന്നാലും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യവും ശക്തിയും കരുത്തും LDFനുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ LDFന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് വരുന്നത്. തരൂരായിരിക്കും എതിർ ഭാഗത്ത് നിൽക്കുന്നത് എന്നുള്ളത് അതിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിട്ട് മാറും. തരൂരിനെതിരെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ KC വേണുഗോപാലിനോ, കോൺഗ്രസ് ജയിച്ചു വന്നാൽ UDF ജയിച്ചാൽ KC വേണുഗോപാലിനോ, VD സതീഷിനോ, രമേശ് ചെന്നിത്തലയ്ക്കോ ഉള്ള സാധ്യതകൾ മങ്ങിയിരിക്കുന്നു. K സുധാകരന്റെ പിന്തുണ തരൂരിനുണ്ട്. ആന്റണിയെപ്പോലെ തന്നെ AK ആന്റണിയെപ്പോലെ തന്നെ K സുധാകരൻ തരൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പല നേതാക്കളും പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. 2026 അടുത്ത വർഷത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് LDF UDF പോരാട്ടം എന്ന് പറയുന്നത് ശശി തരൂർ വേഴ്സസ് LDF എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്നുള്ളത് LDF തിരിച്ചറിയണം, CPIM തിരിച്ചറിയണം. ഇപ്പൊ എന്താ സംഭവിച്ചത്? തരൂര് പറഞ്ഞതൊന്നും വിഴുങ്ങിയില്ല. അദ്ദേഹം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ പറ്റി പറഞ്ഞ കണക്കുകൾ അയാൾ തള്ളി പറഞ്ഞിട്ടില്ല. തരൂര് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതുപോലെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുന്നിൽ എത്തിയതിനെ തരൂർ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ആകെ എന്താ പറഞ്ഞത്? വെടിനിർത്തൽ പ്രഖ്യാപിച്ചല്ലോ കോൺഗ്രസിലെ. തരൂരും മറ്റുള്ളവർ. തരൂർ വേഴ്സസ് ദ അതർ ലീഡേഴ്സ് ഇൻ കേരള. അതാണ് സംഭവം ഇപ്പോൾ. തരൂർ വേഴ്സസ് ദ അതർ കോൺഗ്രസ് ലീഡേഴ്സ് ഇൻ കേരള. തരൂർ ആകെ തിരുത്തിയത്? ഒന്നും തിരുത്തിയിട്ടില്ല. തരൂർ ആകെ പറഞ്ഞത് ഈ കേരള സർക്കാർ പറയുന്ന കണക്കുകൾ വിശ്വാസയോഗ്യമായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഡേറ്റ പുള്ളി പറഞ്ഞത് തിരുത്തിയിട്ടില്ല തരൂര്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ കേരളം നേടിയ നേട്ടത്തെ പറ്റി ഇതുവരെ തരൂര് തിരിച്ചു പറഞ്ഞിട്ടില്ല. തരൂർ ആകെ പറഞ്ഞത് ഹൈക്കമാൻഡ് വെടിനിർത്തി രാഹുൽ ഗാന്ധി ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്ന ആ ഉറപ്പാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തരൂർ തന്നെ. അതുകൊണ്ടൊന്ന് ഭയപ്പെടുക, വെടിനിർത്തി, സത്യമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന രാഷ്ട്രീയം വളരെ കൗതുകകരമായിരിക്കും. 2026 അസംബ്ലി ഇലക്ഷൻ തരൂർ വേഴ്സസ് LDF എന്നായിരിക്കും വരാൻ പോകുന്ന യാഥാർത്ഥ്യം. അത് LDF ഇടതുമുന്നണി അതുപോലെ CPIM അത് തിരിച്ചറിഞ്ഞിട്ട് കരുക്കൾ നീക്കുക എന്നുള്ളത്. ഇത് ചതുരംഗ പലകയാണ് ഈ കളി, രാഷ്ട്രീയ കളി. ചെസ് ഉണ്ടായത് ഇന്ത്യയിലാണല്ലോ. നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച കളിയാണല്ലോ ചതുരംഗം. നമ്മുടെ മഹാഭാരത യുദ്ധം, ചൂതുകളി, ചൂതാണ് ചെസ്. ചൂതെന്നുള്ളതിൽ നിന്നാണ് ചെസ് എന്നുള്ള വാക്കുണ്ടായത് എന്ന് പോലും നമുക്കിവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസ് വളരെ ബുദ്ധിപൂർവ്വം തരൂരിനെ കൊണ്ട് രംഗത്തിറക്കുകയാണ്. അത് കോൺഗ്രസിന് ബുദ്ധി ഉദിച്ചു, വൈകി. ട്യൂബ്ലൈറ്റാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ. വൈകി ബുദ്ധി ഉദിച്ചു. തരൂരിനെ മുൻനിർത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു കുന്തവും ഒന്നും നേടാനാവില്ല കോൺഗ്രസിന്. 3ാം തവണയും LDF അധികാരത്തിൽ വരും. ആരോഗ്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട്. അത് ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അവസാനത്തെ ഒരു കരുവാണ് ശശി തരൂർ. അത് LDF CPIM തിരിച്ചറിയുക. വരാൻ പോകുന്നത് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു ചെസ് കളിയാണ് അടുത്ത 2026 കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആകെ 1 വർഷം കഷ്ടിച്ച് ബാക്കിയുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം.